ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി കഞ്ഞിക്കൊക്കെ ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയൊരു ചമ്മന്തിയായിട്ടാണ് വന്നിരിക്കുന്നത്. മാങ്ങയാണ്, പച്ചമാങ്ങയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതുപോലെ ഞാൻ ചെറിയ തേങ്ങ ഉപയോഗിക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു കാൽഭാഗത്തോളം നീളത്തിലിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഉള്ളത് കേട്ടോ. ചിരവണമെന്നില്ല, ഇങ്ങനെ എടുക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞാണ്. പിന്നെ കടുക്, അതുപോലെ തന്നെ കുറച്ച് ഉലുവ, പിന്നെ നമുക്ക് ആവശ്യം കുറച്ച് കായം, അതേപോലെ ഒരു ചെറിയ കഷ്ണം വെല്ലം എടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ തേങ്ങ ഒന്ന് ജാറിലിട്ടിട്ട് ഈ പച്ചമാങ്ങയും കൂട്ടിയിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ വെള്ളമൊന്നും ഇടാണ്ട് തുരുതുരയായിട്ട് നല്ല ഡ്രൈ ഫോമിൽ നമുക്ക് ഇത് അരച്ചെടുക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാവുമ്പോൾ അതിനകത്തേക്ക് കടുകും ഉലുവയും അതുപോലെ വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക, എണ്ണയൊന്നും ഉപയോഗിക്കേണ്ട. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായി ഈ കടുകൊക്കെ പൊട്ടുമ്പോൾ നമുക്കിത് ഒന്ന് മിക്സിയുടെ ജാറിൽ ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഓക്കെ, ഇത് ഒരു തരതര ആയിട്ടാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത്. ഇത് നമുക്ക് ലാസ്റ്റിൽ ഉപയോഗിക്കാം, ചട്നീൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ. അപ്പോൾ ഇതേ പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കൊത്തിയരിഞ്ഞ് ജിഞ്ചറും ഗാർലിക്കും അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് ഏകദേശം ഒരു ഇഞ്ചിൽ കുറവായിട്ട് ആണ് ഞാൻ ഇഞ്ചി എടുത്തിരിക്കുന്നത്. ഒരു 6-7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ കുറച്ച് നല്ലോണം കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ആ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് ഇതുപോലെ കൊത്തിയരി തന്നെ വേണം കേട്ടോ. ഇടിച്ചിട്ടോ അല്ലേ പേസ്റ്റൊന്നും ഇടണ്ട, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിലേക്ക് നമ്മളിപ്പം ഗ്രൈൻഡ് ചെയ്ത് വെച്ച് മാങ്ങയും തേങ്ങയും ഉള്ള ആ ഒരു അരപ്പിട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ വഴറ്റിയെടുക്കണം. നല്ലപോലെ വഴറ്റി ഇതിൻ്റെ കളറൊക്കെ കുറച്ചൊന്ന് മാറി ഇതിൻ്റെ വെള്ളാംശമൊക്കെ ഫുള്ളായിട്ടൊന്ന് പോകണം. ഓക്കെ, അതുപോലെ ഇതിൽ നിന്ന് ഇങ്ങനെ എണ്ണ തെളിയല്ലോ, ആ ഒരു ടൈം വരെ നമ്മളിത് ഇത് വഴറ്റിക്കൊണ്ട് നിൽക്കണം. ഇനി നമ്മൾ പൊടിച്ച പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് വീണ്ടും കുറച്ച് സമയം കൈവിടാതെ ഇളക്കി കൊണ്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിലേക്ക് വരും. കുറച്ച് സമയം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളറായി നല്ല ഡ്രൈ ആയി ആ പാനിന് സൗണ്ട് വരും, അതിൻ്റെ നല്ല ഡ്രൈ റോസ്റ്റ് ആവുന്നത്. ഓക്കെ, ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് ശർക്കര പൊടിച്ചതും കുറച്ച് കായം ഇട്ട് കൊടുക്കുക, കായപ്പൊടി. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഒരു 1 വീക്കോളം ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യാം. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടൊരു വെറൈറ്റി ഡിഷാണ്. കഞ്ഞിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്